വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. KT എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് മൊഡ്യൂൾ 3 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മൾ 2 പ്രോബ്ലംസ് ചെയ്തായിരുന്നു പ്രീവിയസ് 2 വീഡിയോ ആയിട്ട്. ഇനി മൂന്നാമത്തെ ഒരു പ്രോബ്ലം, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ബേസിനെ കട്ട് ചെയ്യുന്ന ഒരു പ്രോബ്ലം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം. എ ഹെക്സഗണൽ പിരമിഡ് വേണ്ട, എ pentagonal pyramid of base 30 mm and altitude 55 mm rests on its base on HP with one of its base edges perpendicular to VP. It is cut by a plane inclined at 60 degree to the base. The cutting plane meets the axis at 15 mm above the base. Draw the front view, sectional top view and true shape of the section. What is the true height of the section? Okay, ഇതാണ് ക്വസ്റ്റ്യൻ. പെന്റാഗണൽ പിരമിഡ് ആണ്, ബേസ് ഹൈറ്റ് തന്നിട്ടുണ്ട്, ഒരു ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു VP ആണ് പറഞ്ഞിട്ടുണ്ട്. പെന്റാഗണൽ പിരമിഡിന്റെ ബേസ് 30 mm ആണ്, ഒരു ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു VP ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അത് വെച്ചിട്ട് വേണം നമ്മൾ ബേസ് ഫിക്സ് ചെയ്യാനായിട്ട്. ഫസ്റ്റ് XY ലൈൻ വരയ്ക്കാം. നമുക്കറിയാം ഒരു ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു VP ആണ്. അപ്പൊ നമ്മൾ എപ്പോഴും വരയ്ക്കുമ്പോൾ ഒരു ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു VP വരുന്ന രീതിയിൽ ഫസ്റ്റ് ബേസ് എഡ്ജ് 30 mm ആണ്. ഇപ്പുറത്തെ സൈഡിൽ വേണ്ടി വരച്ച് സ്റ്റാർട്ട് ചെയ്യും. നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. 30 mm എടുത്തിട്ട് ഫസ്റ്റ് ബേസ് എഡ്ജ് ഫിക്സ് ചെയ്തു പെർപെൻഡിക്കുലർ ടു VP. പിന്നെ നമുക്കറിയാം പെന്റാഗൺ കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. പെന്റാഗണിന്റെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 108 ഡിഗ്രി ആണ്. 108 ഡിഗ്രി വെച്ചിട്ട് പെന്റാഗൺ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പൊ നമ്മൾ പെന്റാഗണിന്റെ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാൽ നമ്മൾ എക്സിന്റെ സെന്റർ ലൊക്കേറ്റ് ചെയ്യുന്നതാണ്. സെന്റർ ലൊക്കേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്യുന്ന ആംഗിളോ അല്ലെങ്കിൽ ലൈൻ ബൈസെക്ടർ വരയ്ക്കുക എന്നുള്ളതാണ്. രണ്ട് ലൈൻ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമുക്കറിയാം. ഇപ്പോൾ ഈ പോയിന്റ് ആണ്. സെന്റർ കിട്ടി. ഈ സെന്റർ കിട്ടിക്കഴിഞ്ഞാൽ തൽക്കാലം നമ്മൾ ഓരോ കോർണറിലുള്ള ലൈൻസ് നേരത്തെ ചെയ്ത പോലെ തന്നെ ലൈറ്റായിട്ട് ജോയിൻ ചെയ്യണം. ഹൈറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 55 mm ആണ് ഹൈറ്റ്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നത് ബേസ് പെർപെൻഡിക്കുലർ, വൺ ഓഫ് ദ ബേസ് എഡ്ജസ് പെർപെൻഡിക്കുലർ ടു VP. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ എടുത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇനി ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 55 mm ആണ്. സോളിന്റെ ആൾട്ടിറ്റ്യൂഡ് അല്ലെങ്കിൽ ഹൈറ്റ് പറഞ്ഞിരിക്കുന്നത് 55 mm ഹൈറ്റിൽ നമുക്ക് സോളിന്റെ ഫ്രണ്ട് വ്യൂ വരച്ച് കംപ്ലീറ്റ് ചെയ്യാം. സോളിന്റെ ഫ്രണ്ട് കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് വേഗം നെയിമിംഗ് കൂടെ ചെയ്യാം. ഓക്കെ, ഫ്രണ്ട് ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയി. നമുക്ക് സെക്ഷൻ പ്ലെയിൻ ലൊക്കേറ്റ് ചെയ്യാനാണ്. അതിന് കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത് ആദ്യം ഇതുവഴി പാസ് ചെയ്ത് നോക്കാം. മീറ്റിംഗ് ദ ആക്സിസ് അറ്റ് 15 mm എബോവ് ദ ബേസ്. ഓക്കെ, ബേസിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബേസിൽ നിന്ന് 15 mm മുകളിൽ ആക്സിസിൽ മീറ്റ് ചെയ്യുന്നത്, ഈ ഒരു പോയിന്റ് മീറ്റ് ചെയ്യുന്നു. ഇതിന്റെ അടുത്ത് ആംഗിൾ പറഞ്ഞിട്ടുണ്ട്. ആംഗിൾ മീറ്റിംഗ് എബോവ് ദ ആക്സിസ് 60 ഡിഗ്രി. ഇറ്റ് ഈസ് കട്ടിംഗ് ബൈ ഇൻക്ലൈൻഡ് 60 ഡിഗ്രി ടു ദ ബേസ്. ഓക്കെ, 60 ഡിഗ്രി ഇൻക്ലിനേഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരെ നമുക്ക് 60 ഡിഗ്രി എടുക്കാം. 60 ഡിഗ്രി എടുത്ത്
സെക്ഷൻ പ്ലെയിൻ നേരത്തെ പറഞ്ഞ പോലെ സെക്ഷൻ പ്ലെയിൻ്റെ ആ ഒരു നൊട്ടേഷൻ ലോങ് ലൈൻ ഷോർട്ട് ലൈൻ എന്നുള്ള രീതിയിൽ ആ ഒരു നൊട്ടേഷൻ അവിടെ മാർക്ക് ചെയ്യും. എന്നിട്ട് എൻഡിലെ ലൈൻസ് ഇതെല്ലാം പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. എൻഡിൽ 2 ലൈൻസ് ഡാർക്ക് ആക്കുക എന്നുള്ളത്. അവിടെ 2 ആരോ മാർക്കും കൊടുത്തു. ഇതെന്ന് പറഞ്ഞാൽ താഴത്തെ പോർഷനാണ് റീറ്റൈൻ ചെയ്യുന്നത്, മുകളിലോട്ടുള്ള കട്ട് ചെയ്ത് പോവാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ കട്ട് ചെയ്ത് പോകാത്ത പോർഷൻസ് നമുക്ക് ഡാർക്ക് ആക്കി വരയ്ക്കാം. ഇത് ആക്ച്വലി കുറച്ച് പോർഷനേ ഉള്ളൂ കട്ട് ചെയ്ത് പോകാതെ നിൽക്കുന്നത്. ബാക്കി പോർഷൻസ് കട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യാത്ത പോർഷൻസ് ഡാർക്ക് ആക്കി ബാക്കി സെക്ഷൻ പ്ലെയിന് മുകളിലോട്ടുള്ള പോർഷൻസ് എല്ലാം ഡോട്ടഡ് ആയിട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് സെക്ഷൻ ഫ്രണ്ട് വ്യൂ ആവും. ഇത് കംപ്ലീറ്റ് ഡോട്ടറാണ്. അതുപോലെ ഇവിടെ മുതലുള്ള ലൈനും ഡോട്ടറാണ്. അപ്പോൾ സെക്ഷൻ ഫ്രണ്ട് വ്യൂ ആയി. നമുക്ക് നേരത്തെ ചെയ്തപോലെ നേരം ഓരോ പോയിന്റ്സ് മാർക്ക്. ഇപ്പം ഇവിടെ 2 പോയിന്റ് ഉണ്ട്, എ ബി ഉണ്ട്, ഡി ഇ ഉണ്ട്. അതായത് എ ഡാഷ് ബി ഡാഷ് എ ബിയെ കട്ട് ചെയ്യുന്നുണ്ട്, ഡി ഇയും കട്ട് ചെയ്യുന്നുണ്ട്. വിസിബിൾ ആയിട്ടുള്ള പോയിന്റ് എടുക്കുക ആദ്യം. ഓക്കെ, 1 ഡാഷ് വന്നു. സോറി, ഇത് ആക്സിസ് ആണ്, ഇവിടെ അടുത്ത പോയിന്റ് വരുന്നത്. നെക്സ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒ ബി ഒ ഡിയെ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ 2 ഡാഷ് വിസിബിൾ ആയിട്ടുള്ള മാത്രം നോക്കാം. ഇവിടെ ഒ സിയെ കട്ട് ചെയ്യുന്നത് 3 ഡാഷ്. ദെൻ ഇവിടെ വരുമ്പോൾ വിസിബിൾ അല്ലാത്ത 4 ഡാഷ് ഉണ്ട്, 5 ഡാഷ് ഉണ്ട്. ഇങ്ങനെ 5 പോയിന്റ്സ് ആണുള്ളത്. ഈ 5 പോയിന്റ്സ് നേരെ ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ്. ഇത് എ ബിയും പോയിന്റ് എ ബിയും ഡി ഇയും കട്ട് ചെയ്യുന്ന പോയിന്റാണ് 1ഉം 5ഉം. അപ്പൊ നേരെ താഴേക്ക് കറസ്പോണ്ടിങ് ലൈൻസിലേക്ക് വേണം. എ ബിയെ കട്ട് ചെയ്യുന്ന പോയിന്റ് 1 ആണ്. 1 എന്നുള്ള പോയിന്റ് കിട്ടി. ദെൻ ഡി ഇയെ കട്ട് ചെയ്യുന്ന പോയിന്റ് 5 എന്നുള്ള പോയിന്റും കിട്ടി. ദെൻ 2ഉം 4ഉം എന്ന് പറഞ്ഞാൽ ഒ ബി ഒ ഡിയെ കട്ട് ചെയ്യുന്ന പോയിന്റ്സ് ആണ്. അത് നമുക്ക് നേരെ താഴെ ഒ ബി ഒ ഡിയിലേക്ക് വരികയും ഈ ഒ ബിയെ കട്ട് ചെയ്യുന്നത് 2 ആണ്. 2 ഒ ഡിയെ കട്ട് ചെയ്യുന്ന പോയിന്റ് 4. ദെൻ ഒ സിയെ കട്ട് ചെയ്യുന്ന പോയിന്റ് 3 ഉണ്ട്. 3 നമുക്ക് നേരെ താഴേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. 3 എന്നുള്ള പോയിന്റും കിട്ടി. നമുക്ക് വേണ്ട പോയിന്റ്സ് എല്ലാം നമുക്ക് ഡാർക്ക് ആയിട്ട് ജോയിൻ ചെയ്യാം. 1 2 3 4 and finally 5. 5 പോയിന്റ്സ് ആണ് കട്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും പോർഷൻ നമുക്ക് ഹാച്ചിങ് ലൈൻസ് വെച്ച് ഡിനോട്ട് ചെയ്യാം. സെക്ഷൻ്റെ പോർഷൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ആക്ച്വലി ശരിക്കും ഡോട്ടഡ് വേണം അത് വരയ്ക്കാൻ. ഇത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വേണം മാർക്ക് ചെയ്യാൻ. കാരണം ഇത് കട്ട് ചെയ്ത് പോകുന്ന പോർഷനാണ്. ഇവിടെ നമുക്ക് ഡോട്ടഡ് ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ആദ്യം ഒരു ഡാർക്ക് ആക്കി പോയി. ഈ ഡോട്ടഡ് ആക്കി ബാക്കി പോർഷൻസ് മാത്രമാണ് ഡാർക്ക് ആക്കേണ്ടത്. അതായത് ഇവിടുന്ന് ബാക്കി പോയിന്റ്സിലേക്കുള്ളത്. ഇത്ര വരയ്ക്കുമ്പോൾ സെക്ഷന് ടോപ്പിംഗ് കംപ്ലീറ്റ് ആയി, ഫ്രണ്ട് കംപ്ലീറ്റ് ആയി, സെക്ഷന് ടോപ്പിംഗ് കംപ്ലീറ്റ് ആയി. നമുക്ക് വേണ്ട ട്രൂ ഷേപ്പ് ആണ്. ഇതിനുവേണ്ടി നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്പ്, മാറ്റമൊന്നും ഇല്ല. ഇതിനപ്പുറത്തേക്ക് ഈ മൊഡ്യൂളിലൊന്നും ഇല്ല. അതായത് സെക്ഷൻ്റെ കേസിൽ ഡെവലപ്മെന്റ് മാത്രമേ ഉള്ളൂ നോക്കാൻ. അല്ല, ഇനി സെക്ഷൻ്റെ വേറൊരു കേസ് ഉണ്ട്. പെർപെൻഡിക്കുലർ ടു എച്ച് പിയുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പെർപെൻഡിക്കുലർ ടു ഇ പി ഏകദേശം ഈ രീതിയിലാണ്. എച്ച് പി സെയിം തന്നെയാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ 2 ദിവസം ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. ഇവിടെ നേരത്തെ അതേ സ്റ്റെപ്പ് നമുക്ക് വേഗം ചെയ്തു പോവാം. ഓക്കെ, പെർപെൻഡിക്കുലർസ് വരച്ചു. നമുക്ക് ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, 1ഉം 5ഉം ആണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഫസ്റ്റ് എക്സ് ലൈൻ തൊട്ട് 1 വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കാം. 1ന്റെ ടോപ്പ് വരെ ഡിസ്റ്റൻസ് എടുത്തു. പുതിയ റെഫറൻസ് ലൈൻ ജസ്റ്റ് നെയിം ചെയ്യാം x1 y1. x1 y1 ആ ഒരു ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യണം. അതിൻ്റെ ആർക്ക് നമ്മൾ മാർക്ക് ചെയ്ത് 1ൻ്റെത്. അതുപോലെ 5ൻ്റെ എടുക്കാം. 5ൻ്റെ ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കുക. 5ൻ്റെയും മാർക്ക് ചെയ്തു. അതിന് ഇവിടെ 2ഉം 4ഉം ആണ് വരിക. 2ലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എടുത്തു. 2 മാർക്ക് ചെയ്യാം. സോറി, നല്ല ഇവിടെ നിന്നാണ് മാർക്ക് ചെയ്യേണ്ടത്.
ഓക്കെ 2 മാർക്ക് ചെയ്തു. ദെൻ 4 മാർക്ക് ചെയ്യാം. ഫൈനലി 3 എന്നുള്ള പോയിന്റ്. അവിടെ കറസ്പോണ്ടിങ് ഒരു ഡിസ്റ്റൻസ് എടുത്തു 3 മാർക്ക് ചെയ്യാം. നമുക്ക് പോയിന്റ്സ് ഒക്കെ നെയിം ചെയ്യാം. കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് മീറ്റ് ചെയ്യുന്നിടത്തോട്ട് ഇതാണ് 1 2 3 4 5 5 പോയിന്റ്സ് ആണ്. 5 പോയിന്റ്സ് നമുക്ക് ഡാർക്കായിട്ട് ഡിഫൈൻ ചെയ്യാം. ടു എന്നുള്ള പോയിന്റ് എടുത്തതിനോട് ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. കാരണം 1 അടുത്താണ് 2 വരിക. ഇപ്പം 1 എന്നുള്ള പോയിന്റ് നോക്കാം. നമുക്ക് 1 കുറച്ചുകൂടെ ദൂരെയാണ്. ഓക്കെ 1 ജസ്റ്റ് ശകലം കൂടെ നല്ലതാണ്. വലിയ വ്യത്യാസമില്ല, ചെറിയ ഡിഫറൻസ് ആണ്. 1 2 നമ്മൾ ഈ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് കറക്റ്റ് ആ 90 ഡിഗ്രി വരയ്ക്കാതെ തന്നെയാണ് അത് പ്രശ്നം വരും. ഈ ആംഗിൾ എല്ലാം കറക്റ്റ് 90 ഡിഗ്രിയിൽ കയറി പോകണം, എങ്കിലേ കറക്റ്റായിട്ട് ആ ഒരു ഫിഗർ കിട്ടും. ഓക്കെ അപ്പോൾ ഇതാണ് ഷേപ്പ് കിട്ടുക. ഇവിടെ നമ്മൾ ഹാച്ചിങ് ലൈൻസ് വരച്ചിട്ട് ട്രൂ ഷേപ്പ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്ത് ഡയമെൻഷൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. പിന്നെ ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് എന്തോ ചോദിച്ചിട്ടുണ്ട്, അതുകൂടെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ട്രൂ ഹൈറ്റ് ഓഫ് ദ സെക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ ട്രൂ ഹൈറ്റ് കിട്ടാൻ വേണ്ടി മാക്സിമം, അതായത് ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഈ ഒരു ഹൈറ്റ്, ആ ഒരു ഹൈറ്റാണ് മാക്സിമം ഹൈറ്റ് ആയിട്ട് വരിക. നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു 37.5 38 എന്നുള്ള രീതിയിലാണ് വരിക. ഇപ്പം നമുക്കിവിടെ എഴുതാം മാക്സിമം ഹൈറ്റ് ഓഫ് ദ സെക്ഷൻ ഈക്വൽ ടു എന്ന് പറഞ്ഞ്, അതല്ലെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ട്രൂ ഹൈറ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ ഹൈറ്റ് ചോദിച്ചിരിക്കുന്നത് ട്രൂ ഹൈറ്റ് ഓഫ് ദ സെക്ഷൻ ഈക്വൽ ടു 38 mm. അങ്ങനെ ഇവിടെ ഒന്ന് ഡിനോട്ട് ചെയ്തോടെ കാണിക്കാം 38 എന്നുള്ളത്. ഓക്കെ അപ്പോൾ ഇത്രയും ചെയ്യുമ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് കംപ്ലീറ്റ് ആവും. നമ്മളിപ്പോൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ചെയ്തത്. ഒന്ന് പ്രസത്തിന്റെ 2 പിരമിഡിന്റെ ക്വസ്റ്റ്യൻ ചെയ്തു. ഇപ്പോൾ ഏകദേശം സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു വി പിയുടെ ഓൾമോസ്റ്റ് കേസ് എല്ലാം കംപ്ലീറ്റ് ആയി. പിന്നെ ഒരു കോണ് സിലിണ്ടർ, അത് നമുക്ക് എച്ച് പിയുടെ കേസിലായാലും ചെയ്യാം. ഇത് ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഇപ്പം നമ്മൾ പിരമിഡ് ചെയ്തതുപോലെ തന്നെയാണ് കോൺ ചെയ്യുക, പ്രസന്റ് ചെയ്തതുപോലെ തന്നെയാണ് സിലിണ്ടറും ചെയ്യുക. ഒരു ഡിഫറൻസ് ഒന്നുമില്ല. ഓക്കെ എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ സെക്ഷൻ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു എച്ച് പിയുടെ ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പം അതിൻ്റെ 2-3 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഈ മോഡ്യൂളിലെ ഒരു ഫസ്റ്റ് പാർട്ട് സെക്ഷനെ പറ്റി ഒരു ഐഡിയ കിട്ടും. ഓക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെസ്സേജ് ഇടാം. താങ്ക് യു.